ഹലോ, നമുക്കിന്നൊരു നാടൻ പിണ്ടിത്തോരൻ ഉണ്ടാക്കേ. അപ്പോൾ പിണ്ടിത്തോരന് നമ്മൾ കടുക് വറുക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുകിട്ടിട്ടുണ്ട്, മുളകിട്ടിട്ടുണ്ട്, കുറച്ച് പിന്നെ നമ്മൾ ഉഴുന്ന പരിപ്പ്, കറിവേപ്പില ഇത്രയിട്ടിട്ടുണ്ട്. ഇത്രയിട്ട് നമ്മൾ ഇളക്കും. സ്വല്പം വെളിച്ചെണ്ണയോടൊപ്പം സ്വല്പം നെയ്യും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇത്രയും പോഷക സമ്പുഷ്ടമായ ഇത്രയും എന്തെല്ലാം ഗുണങ്ങളാണെന്ന് അറിയുന്നത് ഈ പിണ്ടി നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കിത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. പിണ്ടിയിൽ നിന്നും ധാരാളം വെള്ളം ഇറങ്ങും. അപ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, തീ കുറച്ചങ്ങ് വെച്ചാൽ മതി. തീ കുറച്ച് വെച്ച് ഇത്തിരി ഉപ്പും ചേർത്ത് നമുക്ക് തീ കുറച്ചങ്ങ് വെക്കാം. നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന അരപ്പുകൾ നമ്മൾ ഇതിനകത്ത് ഉള്ളി ഇടാത്തതുകൊണ്ട് ഇതിൽ കൂടുതൽ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ മുളക്, നമ്മുടെ പിണ്ടി ഇട്ടിട്ടുണ്ട്. പിണ്ടിയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അത് ഉപ്പ് ഒരുപാട് കൂടിപ്പോണ്ട. തന്നെ നമ്മുടെ പിണ്ടിയുടെ ഗുണമെന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളാണ്. ഷുഗർ നിയന്ത്രിക്കാൻ കൊള്ളാം. ഇതിൻ്റെ സ്റ്റോണിൻ്റെ പ്രശ്നമുള്ളവർക്ക് നമുക്കൊരു ആഴ്ച 2 പ്രാവശ്യം ഈ പിണ്ടിയുടെ ഒരു നീര് കുടിക്കുന്നത് സ്റ്റോണ് കുറയ്ക്കാൻ നല്ലതാണ്. പിന്നെ പിത്താശയത്തിലെ കല്ലിൻ്റെ ആ ഒരു വലിപ്പം കുറയ്ക്കാനാണ് നമ്മൾ പിണ്ടി എന്നും ഉപയോഗിക്കുന്നത് നല്ലതാണ്. അങ്ങനെ പിന്നെ വെയിറ്റ് ലോസിന് അങ്ങനെ ഒരുപാട് ഇതുണ്ട്. നമ്മുടെ ഒരു ചെറിയൊരു കായുടെ പിണ്ടിയാണ്, പാളങ്കോടനല്ല. അപ്പോൾ നമുക്കൊരു രണ്ട് പ്രാവശ്യമൊക്കെ ഇതുപോലെ തോരൻ വെക്കാൻ കിട്ടും. നമ്മൾ കൊല ഇട്ട് കഴിഞ്ഞാൽ ആ പിണ്ടിയും കൂടി നമ്മൾ എടുക്കാറുണ്ട്. നമുക്കൊന്ന് വെച്ച് മൂടി അടച്ച് അരപ്പും കൂടി തന്നെ ഈ അരപ്പിൽ ഞാൻ പറഞ്ഞല്ലോ, ഉള്ളിയും വെളുത്തുള്ളി നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങ, ഇത്രയാണ് നമ്മളിട്ടത്. നമുക്കിത് ഒന്ന് മൂടി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വെക്കാം. തോർത്തിയിടും. മൂടി വെച്ചിട്ട് നമുക്ക് ഈ ഒരു അടപ്പ് കൊണ്ട് ഒന്ന് അടച്ച് വെക്കാം. പെട്ടെന്ന് തന്നെ ശരിയായി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. ഒരുപാട് നേരമൊന്നും വേണ്ട. ഇത് നമുക്ക് ഈസിയാണ്, പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരത്തില്ല. അത്ര ഗുണങ്ങളാണ് ഈ പിണ്ടിക്കുള്ളത്. ഏത് പ്രായക്കാർക്കും ഈ പിണ്ടി തോരനോ പിണ്ടിയുടെ വെള്ളം പിഴിഞ്ഞെടുത്തിട്ട് ഇത് നമുക്ക് തോരൻ വെച്ചും കൊടുക്കാം. ആ പിണ്ടിയുടെ വെള്ളവും നമുക്ക് നീര് കൊടുക്കാം. ഈ പിണ്ടിക്കകത്ത് ഒരുപാട് നീര് കണ്ടില്ല, അതുകൊണ്ട് ഞാൻ നീര് പിഴിഞ്ഞെടുത്തില്ല, അല്ലാതെ തന്നെ. അപ്പോൾ ഇതിനകത്ത് എല്ലാ ഗുണങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ നമുക്കിതാണ് ഏറ്റവും നല്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ചെറിയ വീഡിയോ ആണ്. താങ്ക് യു.